ആവേശം ആവേശത്തോടെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് ബിഗ് ബഡ്ജറ്റ് മലയാളം ഫിലിംസ് ആണ് ഒരുമിച്ച് റിലീസായിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 3 സിനിമകൾക്കും മികച്ച അഭിപ്രായം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആവേശത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഒരു അടിപൊളി എന്റർടൈനർ മൂവി എന്ന് തന്നെ പറയണം. രോമാഞ്ചം എന്ന ബ്ലോക്ക് ബസ്റ്റർ മൂവി ഡയറക്ട് ചെയ്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ പടത്തിന് ഒരു ഹൈപ്പ് ആദ്യം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. പോരാത്തതിന് ഫഹദിന്റെ റീ ഇൻട്രൊഡ്യൂസിംഗ് എന്ന് പറയുന്ന ടാഗ്ലൈൻ തിരശീലയ്ക്ക് മുന്നിലും പിന്നിലും വലിയ താരസാന്നിധ്യവുമായാണ് ആവേശം എത്തിയത്. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ രംഗൻ അഥവാ രംഗണ്ണൻ എന്ന റൗഡിയുടെ കഥയാണ് ആവേശം. ബംഗളൂരുവിൽ പഠിക്കാനെത്തിയ 3 മലയാളി ചെറുപ്പക്കാരും അവർക്ക് ഉണ്ടായ ഒരു പ്രശ്നത്തിൽ രംഗൻ ഇടപെടുന്നതും തുടർന്ന് നടക്കുന്ന സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളൊക്കെയാണ് ആവേശത്തിന്റെ ആകെത്തുക. ആരാണ് രംഗൻ, എന്താണ് അയാളുടെ പശ്ചാത്തലം എന്നൊക്കെ വളരെ രസകരമായാണ് സിനിമയിൽ പറയുന്നത്. മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ, മിഥുൻ JS, റോഷൻ ഷാനവാസ് എന്നിവരടങ്ങുന്ന മൂവർ സംഘവും ആദ്യ ചിത്രമാണെന്ന തോന്നൽ ഉണ്ടാക്കാത്ത വിധം കഥാപാത്രങ്ങൾ ഭംഗിയാക്കിയിട്ടുണ്ട്. സജിൻ ഗോപുവിന്റെ കഥാപാത്രത്തിന്റെയും പൂർണ്ണതയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സിനിമയിൽ ഇനി എടുത്തു പറയേണ്ടത് എന്ത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം, ഫഫ. ചെയ്യുന്ന ഓരോ സിനിമയും കരിയർ ബെസ്റ്റ് ആക്കി മാറ്റുന്ന ഫഹദ് ഫാസിൽ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്ന അഭിനയം കയ്യടി അറിയിക്കുന്നതാണ്. ക്ലൈമാക്സ് സീനിൽ ചെയ്തിരിക്കുന്ന ഫഫയുടെ ആക്ടിങ് ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ലോക നിലവാരം എന്ന് തന്നെ പറയാം. ക്ലൈമാക്സ് സീൻ മാത്രം നമ്മൾക്ക് സബ് ടൈറ്റിലും കൊണ്ട് അമേരിക്കയിൽ കൊണ്ട് കാണിച്ചാൽ അവിടുത്തെ ജനങ്ങൾ കൈയടിക്കും. കൊറിയയിൽ കൊണ്ട് കാണിച്ചാൽ അവർ ആശ്ചര്യപ്പെടും. ഇങ്ങനെ സൗദി അറേബ്യയിൽ കൊണ്ട് കാണിച്ചാൽ അവർക്കും ഇത് ഇഷ്ടമാകും. അത്രമാത്രം ലോക നിലവാരം എന്ന് തന്നെ പറയണം. ഫഫ ഒരു ലോക നിലവാരമുള്ള ആക്ടറാണ് എന്ന് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിൽ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഓരോ സിനിമ കഴിയും തോറും ഞാൻ ഇനിയും ബെറ്റർ ആയി എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സുഷിൻ ശ്യാമിന്റെ സംഗീതം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. വളരെ മനോഹരമായി തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്തിട്ടുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.